ഹലോ. ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ആഫ്റ്റർനൂൺ ടു ഈവനിങ് വരെയുള്ളൊരു ഷെഡ്യൂളാണ്. അപ്പോൾ ഇതൊരു നോർമൽ വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ മോളും ഹസ്ബൻഡെല്ലാം സ്കൂളിലും ഓഫീസിലെല്ലാം പോയിട്ടുള്ള ആ ഒരു ടൈമാണിത്. അപ്പോൾ ഇത് നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒരു ഹാഫ് ആൻ അവറൊക്കെ റെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ രാവിലെ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കലാണ്. ഈ ഒരു വീഡിയോ നമ്മൾ ലാസ്റ്റ് വീക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പെരുന്നാളിൻ്റെ 2 ദിവസം മുമ്പൊക്കെ ഉള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു വീക്കിൽ നമ്മൾ മോള് സ്കൂളിലൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു, LKG ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ള സമയത്ത് എൻ്റെ ഒപ്പം ഇങ്ങനെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എൻഗേജ് ആവലുണ്ട്. അതുപോലെ അവളുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതിലും നമ്മൾ ഒരുമിച്ചിരിക്കലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഭയങ്കര മിസ്സിങ് ആണ് അവർ ആ സ്കൂള് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ള ആ ഒരു ടൈമിൽ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ടൈം മാക്സിമം അവരോടൊപ്പം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പിന്നെ അവർ ഓരോ സ്റ്റേജ് എത്തുമ്പോഴും അവരുടേതായിട്ടുള്ളൊരു തിരക്കുകളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര മിസ്സിങ് ആയിരിക്കും ഈ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് രാവിലെ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അതിപ്പോൾ അവൾ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട്. ലീഫ് സെപ്പറേറ്റ്സ് ആക്കി എടുത്ത് വയ്ക്കുന്നുണ്ട്. ബാക്കിയുള്ള വെജീസൊക്കെ ഞാനും കൂടെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള എഫേർട്ട്ലെസ് ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ആഫ്റ്റർനൂൺ ടൈമിൽ ചെയ്തെടുക്കാവുന്നതാണ്. കാരണം ആഫ്റ്റർനൂൺ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടൊരു ടയർഡാവുന്ന ടൈമാണ്. അപ്പോൾ അധികം എഫേർട്ടൊക്കെ ഉള്ള വർക്കാണെങ്കിൽ നമുക്കത് ചെയ്യാനൊരു മടുപ്പ് തോന്നുകയും ചെയ്യും, പെട്ടെന്ന് ക്ഷീണം തോന്നുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ രാവിലെ വാഷ് ചെയ്ത് വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കാനേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുത്ത് വെക്കാം. പിന്നെ ഇന്നിപ്പോൾ മോള് വരുന്ന ആ ഒരു ടൈമിലേക്ക് ഒരു സ്നാക്സും കൂടെ ഉണ്ടാക്കാനുണ്ട്. അതും നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് സ്നാക്സ് പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഈവനിങ് ആയിട്ട് കുട്ടികളൊക്കെ വന്നതിന് ശേഷം ചായയൊക്കെ കുടിച്ചിട്ട് ആ ഒരു ടൈം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഒരു ക്ലീനിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു ഡീപ്പ് ക്ലീനിങ് അല്ല, നോർമൽ നമ്മൾ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇതിപ്പോൾ സമയം 3 o'clock ആയിട്ടുണ്ട്. അപ്പോൾ 3:40 ഒക്കെ ആകുമ്പോഴാണ് മോള് വരൽ. അപ്പോൾ നമ്മൾ വെജീസൊക്കെ എടുത്ത് വെച്ചു. അതിനുശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് നമ്മൾ ടേബിൾ തന്നെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി വന്നിട്ട് ഞാനും മോളും കൂടി ഇരുന്നിട്ട് കുറച്ച് നേരം പെയിൻറ്റ് ചെയ്തു കേട്ടോ. പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മേത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിപ്പോൾ 3 മണിക്കാണ് ഞാനിപ്പോൾ ഇത് സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ബനാന ഇരിപ്പുണ്ടായിരുന്നു, അത് കേടുവരാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു മൺസൂൺ ടൈമിൽ കുറച്ച് വെജീസ് ഫ്രൂട്ട്സൊക്കെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ അത് ആ ഒരു മോയ്സ്ചർ ഉള്ളതുകൊണ്ട് തന്നെ കേടുവരാനൊക്കെ ആയിട്ട് ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഇന്നാൾ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് ഫുള്ള് തൊലിയൊക്കെ കറുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വേഗം സ്നാക്സ് ആക്കാൻ വിചാരിച്ചു. ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഡയറക്റ്റ് ജാറിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബനാന ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുട്ട നമ്മൾ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ ഒഴിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴും നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻറ്റിലേക്ക് മുട്ട ചേർക്കുമ്പോൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് നോക്കിയതിന് ശേഷം ഒഴിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വന്നിട്ട് നമ്മളിതിലേക്ക് ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് ഷുഗർ അവോയ്ഡ് ചെയ്തിട്ട് നമ്മളിവിടെ ബ്രൗൺ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് 2 ഏലക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കയൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു തൊലി സെപ്പറേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനായിട്ട് ഞാനിത് ഇതിൻ്റെ തൊലി ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ തൊലി മാറ്റി കളയുന്നുണ്ട്. ഏലക്ക ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മിക്സ്ചർ നല്ല സ്മൂത്തായിട്ട് വേണം ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു അത്യാവശ്യം ഡെപ്തുള്ളൊരു പാത്രത്തിലേക്ക്, അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു പാത്രമാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന പാത്രം ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്താൽ തന്നെ മതിയാകും. പാത്രത്തിലേക്ക് നെയ്യ് തടവി കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു മിക്സ്ചർ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനൊരു 7-8 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ബേക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെയുള്ള ഒരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ആ ഒരു മേൾഭാഗം ഒന്ന് ഇതുപോലെ കിടക്കാൻ വേണ്ടി, ഈ ഒരു ഷേപ്പിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്.
ഇതെപ്പോഴും ഒരു സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ പലപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്ന നേരത്തെല്ലാം ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം ഇവർക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് കാര്യം, ഇപ്പോൾ മാംഗോ ആണെങ്കിൽ അതിൻ്റെ പൾപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യാം, അങ്ങനെ ഏതെങ്കിലും ഫ്രൂട്ട്സൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാനിവിടെ ബനാനയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ ചെറിയ ബനാന ആണെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുട്ടികൾക്കൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം അവരോടൊപ്പം ഇരുന്ന് സ്കൂളിലെ കാര്യങ്ങളും വിശേഷങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ട്യൂഷനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മോള് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജൊന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഡീപ്പ് ക്ലീനിങ് അല്ല, എല്ലാ സാധനവും പുറത്തെടുത്തിട്ടുള്ള ആ ഒരു ക്ലീനിങ് അല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് ഫ്രീസറിൽ ഓൾറെഡി മീറ്റ് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഓഫ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ടൈമിൽ നമ്മൾ നല്ല സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. നമുക്കിപ്പോൾ സോപ്പ് വാട്ടറൊന്നും യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് വിനെഗർ യൂസ് ചെയ്തിട്ടുള്ളൊരു വാട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഫുഡ് ഐറ്റംസൊക്കെ എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതൊക്കെ ഒന്നെടുത്ത് മാറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്കൊരു വീക്ക്ലി വൺസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന്, അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് ചെയ്താലും നമുക്ക് ആ ഒരു ഫുഡിൻ്റെ ഇപ്പോൾ മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് എക്സ്പയർ ആവുന്ന സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഡെയിലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പില്ലേജൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റി കൊടുക്കുക. അപ്പോൾ തലേദിവസം ഞാനിതിൻ്റെ മാറ്റ് കാര്യങ്ങളെല്ലാം വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം കൂടെ ഒരു ദിവസം ചെയ്യാൻ നിൽക്കാതെ ഓരോന്നായിട്ട് ചെറിയ ചെറിയ ജോലികളൊക്കെ ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ടയർഡ് ആവാതെ തന്നെ ഓരോ ഏരിയാസും ഓർഗനൈസ്ഡ് ആൻഡ് നീറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതാ ഞാൻ വിനെഗർ യൂസ് ചെയ്തിട്ടുള്ള വെള്ളം യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ മോയ്സ്ചർ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈ ക്ലോത്ത് വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെജീസും കാര്യങ്ങളെല്ലാം റീഓർഗനൈസേഷൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സൈഡിലുള്ള ഐറ്റംസ് എല്ലാം ജസ്റ്റ് ഒന്ന് എടുത്തതിന് ശേഷം ആ ഒരു ഏരിയയും കൂടെ ഡോറിൻ്റെ സൈഡും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള മാറ്റാണ്. ഇതിപ്പോൾ നമ്മൾ DIY ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഓൾറെഡി വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു മാറ്റാണ് നമ്മളിവിടെ വിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റ് വിരിച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ സ്പില്ലേജ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷീറ്റ് മാത്രം ഒന്ന് എടുത്തിട്ട് വാഷ് ചെയ്താൽ തന്നെ മതിയാകും. അധികം സ്പില്ലേജ് നമുക്ക് ആ ഒരു ഡയറക്റ്റ് ഫ്രിഡ്ജിലാവാതെ തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് കണ്ടെയ്നേഴ്സാണ് കേട്ടോ ഇതിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് നമ്മളിപ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഐറ്റം നമുക്ക് ഫ്രിഡ്ജിൻ്റെ കണ്ടെയ്നറൊക്കെ ആക്കിയിട്ട് റീയൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ മാക്സിമം കിച്ചണിൽ ഗ്ലാസിൻ്റെ ഐറ്റംസാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് ഇതുപോലെ ഫ്രിഡ്ജ് ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓരോന്നും ആ ഒരു സെക്ഷനിലുള്ള ബോട്ടിൽസ് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് റീഓർഗനൈസേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നും എവിടെയാണെന്നുള്ളതും അതുപോലെ എന്തൊക്കെ ഐറ്റംസാണ് എക്സ്പയർ ആവാനുള്ളത്, എന്തൊക്കെ ഐറ്റംസ് നമ്മുടെ സ്റ്റോക്കിലുണ്ട് എന്നുള്ളത് കറക്റ്റ് ഒരു വ്യൂ കിട്ടുന്നതാണ്. ഇതിലൂടെ നമുക്ക് ആ ഒരു ഏരിയ ക്ലീൻ ആവുക മാത്രമല്ല ഫുഡ് വേസ്റ്റേജും കൂടെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതിപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രിയിലേക്കുള്ള കറികളൊക്കെയാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവും കൂടെ ഈ ഒരു ടൈമിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ക്ലീനിങ്ങിൻ്റെ ടൈമിൽ തന്നെ പാരലായിട്ട് കുക്കിംഗ് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. എഗ് ബോയിലിങ്ങും കാര്യങ്ങളെല്ലാം ആ ഒരു ടൈമിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ടൈമിലും നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോങ് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇതിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എനിക്കിനി ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അത് കഴിക്കാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കൽ മാത്രമാണുള്ളത്. അതിപ്പോൾ ഞാനതിവിടെ എടുത്ത് വയ്ക്കുന്നുണ്ട്, മാവൊക്കെ കുഴച്ചെടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.